തിരുവോണം ചിറകടിയുടെ താളമായി. ഇന്ന് ഞാനിവിടെ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഇനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഇത് 2 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ്. അത് ഞാൻ ശർക്കര നല്ല കട്ടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ശേഷം നല്ലതുപോലെ അരിച്ചെടുത്തതാണ്. നമ്മൾ ഡയറക്റ്റ് ശർക്കര ഇതിലിടുകയാണെങ്കിൽ ആ ശർക്കരയിലെ മണ്ണും അഴുക്കും ഒക്കെ ഈ കറിയിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാനി കാച്ചി ശർക്കര അരിച്ചെടുത്ത് അതൊരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കാക്കിയാണ് ഞാനിത് കാച്ചിയെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഈ ഉരുളി ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് കളർ മാറുമ്പോഴേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം ഇഞ്ചി അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇഞ്ചി അടുക്കി പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. നമ്മളിത് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 20-25 മിനിറ്റ് വരെയൊക്കെ സമയമെടുക്കും ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. തീ കൂട്ടി വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ, പാകത്തിനുള്ള വറവാകത്തില്ല. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കേണ്ടത്. മൂത്ത് വരുന്നുണ്ട്. നല്ല നീരുള്ള ഇഞ്ചി ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത് ഇത് നല്ല ഡ്രൈ ആയിട്ട് വരാനായിട്ട്. ഇതിവിടെ നല്ല ഗോൾഡൻ കളറിൽ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇനി ഇതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം താളിച്ചൊഴിക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മൾ ഇലയുടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഓടിപ്പോകത്തില്ല. ഇനി ഇത് ഈ ഉരുളിയിൽ ഇരുന്ന് തന്നെ കുറച്ചും കൂടി ഇത് വറ്റും. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ താളിച്ചൊഴിക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി കടുകിട്ട് പൊട്ടിച്ച ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പുളിയിഞ്ചി വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു തിക്നെസ്സിലാണ് പുളിയിഞ്ചി ഇരിക്കുന്നത്. പുളിയിഞ്ചി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.